വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. അത് ഹമാസ് ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു, വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഹമാസിൻ്റെ പ്രതിനിധികൾ കെയ്റോയിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ്. അതായത് നേരത്തെ അവർ അനുകൂലമല്ലായിരുന്നു വെടിനിർത്തൽ ചർച്ചയ്ക്ക്, പക്ഷേ ഇപ്പോൾ വളരെ പെട്ടെന്ന് വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാർ. എന്നാ ലെവനുണ്ടായിരുന്നത് ചുരിദാറോ തൽവാറോ അവനെ കൊല്ലണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയായിരുന്നല്ലോ പറഞ്ഞോണ്ടിരുന്നത്. അതെ, എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ മറ്റേ മോഹൻലാൽ ഹമാസിന്റെ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ മോഹൻലാൽ ചോദിച്ച പോലെ കൊല്ലത്തില്ലെന്ന് പറഞ്ഞാണ് ആയിരിക്കും. ഇന്ന് കൊല്ലത്തില്ല, നാളെ കൊല്ലാം. നേർച്ച കോഴിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടല്ല ഈ ഹമാസിന് എങ്ങനെയെങ്കിലും ഹാപ്പിലെസ് കണ്ടീഷനാണ്. ഇസ്രായേൽ ഇത്രയും പോകുന്ന പ്രതീക്ഷയല്ല. കാരണം അവർ പറ്റാവുന്ന രീതിയിലല്ല അവർ ലോബി ചെയ്ത് ഇന്റർനാഷണൽ പ്രഷറൊക്കെ കൊണ്ടുവന്നു. അല്ലേ, ഇവർ ലോബി ചെയ്തില്ല ഇന്റർനാഷണൽ പ്രഷർ വരുവാണ്. ഒരുപാട് നിരപരാധികൾ അത് കൊല ചെയ്യപ്പെടുന്നുണ്ട്. അതെ, നിരപരാധികൾ ആര് മരിച്ചാലും നിരപരാധിനെ മരിക്കുന്നത് നമുക്ക് ദുഃഖകരമായ കാര്യമാണ്. ഫൈറ്റേഴ്സ് മരിക്കുന്നതല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഫൈറ്റേഴ്സ് വെച്ച് ബാക്കി ഫൈറ്റേഴ്സ് മരിക്കുന്നത് നമുക്ക് ദുഃഖകരമായ കാര്യമൊന്നുമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഫൈറ്റേഴ്സ് മരിക്കുന്നത് നമുക്ക് ദുഃഖകരമായ കാര്യം. പിന്നെ നിരപരാധികൾ മരിക്കുന്നത് അങ്ങേറ്റം ദുഃഖകരമായ കാര്യമാണ്. അവിടെ ഇത്തരത്തിലുള്ള പാവങ്ങളെ മരിച്ച് ഇത് വായിച്ചിട്ട് ചില അലവലാദികൾ താഴെ കമൻറ്റ് ചെയ്യും. എന്താ പറയുക, പക്വതീൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു ഇസ്ലാമിസ്റ്റ് ഉണ്ട്. ശരിയാണോ? ഞാൻ മുസ്ലിമാണ്. മുസ്ലിം മാത്രമല്ല, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളും കോപ്റ്റിക് ക്രിസ്ത്യൻസ് ഈജിപ്തിനും കൊല ചെയ്യപ്പെടുന്നതിന് എനിക്ക് വിഷമമുണ്ട്. അത് കാണില്ലല്ലേ, ഇത് മാത്രമേ കാണുള്ളൂ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പറയുന്നതിൻ്റെ മാതിരി പാവങ്ങൾ ഒരുപാട് കൊല ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ല, ഇവർ ലോബിയും നടത്തുന്നുണ്ട്, അല്ലാതെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നെതന്യാഹു കേൾക്കുന്നില്ലല്ലോ. അപ്പം നെതന്യാഹു അത് കേൾക്കുന്നില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ നാട്ടുകാർ ഇവരന്മാരെ തല്ലി ഓടിക്കുന്ന അവസ്ഥ. നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ നാട്ടുകാർക്ക് ജീവിക്കണ്ടേ? ഈ കുറേ ക്രിമികൾ ഉണ്ടാക്കുന്ന പ്രശ്നം കൊണ്ട് എത്ര പാവങ്ങളാണ് കൊല ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ആണെങ്കിൽ ഇസ്രായേൽ ടൈറ്റ് ചെയ്തിട്ട് ഒരു ഓരത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അല്ലാതെ തന്നെ ഭയങ്കര പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലമാണ് ഗസ. അപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലം. അവിടെ നിന്നാണ് അവരെ ആ മൊത്തം പ്രദേശത്തിൽ 40% 50% ഒതുക്കിയിരിക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്ക് എന്ത് ബുദ്ധിമുട്ടായി. അതിൻ്റെ കൂടെയാണ് മരണങ്ങൾ. മഴ പെയ്യാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥ. ഇത് ഭീകരമായ അവസ്ഥയാണ്. അപ്പം ജനങ്ങളെതിരാവെന്ന് തോന്നിയപ്പോൾ ആയിരിക്കും ഇപ്പോൾ ചർച്ചയ്ക്ക് പോയിട്ടുണ്ടാവും. ഇതിനകത്ത് US-ഉം ഈജിപ്റ്റുമാണ് പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ചർച്ച. അപ്പോൾ അവരുടെ ഒരു പ്രത്യേക താല്പര്യം കൂടെ അതിനകത്തുണ്ട്. അല്ല, അതിൽ അവർക്ക് താല്പര്യം ഉണ്ടാവും. ഇത് ഇവന്മാർ ഈ കടുംപിടുത്തം തുടർന്നാണല്ലോ പ്രശ്നം. ഈ കടുംപിടുത്തം വിടാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇസ്രായേൽ മുന്നോട്ട് പോകുന്നൊന്നുമില്ല, അവരവരുടെ സർവൈലൻസ് തുടരും. വേണമെങ്കിൽ ഇപ്പം ഏതാ നിങ്ങൾ പറഞ്ഞതല്ലേ, ഞങ്ങൾ റഫേലൊക്കെ ഞങ്ങൾ കുറച്ചൊന്ന് അയവ് എടുത്താണെന്ന് പറയും, ചെയ്യല. റഫേലെ കാര്യമൊക്കെ ഇവർക്ക് ഇല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ ഒരു പ്രൊപ്പഗാൻഡ വാദമല്ല അവർ നോക്കുന്നത്. അവർക്ക് അവരുടെ കാര്യം സാധിക്കണം. ഇവർക്കിപ്പം പ്രൊപ്പഗാൻഡ വാദമാണ്. ഇസ്രായേലിനെ കൊണ്ട് ഞങ്ങൾ ചിലതൊക്കെ സമ്മതിപ്പിച്ചെടുത്തു എന്ന് പറയണം. മാത്രമല്ല അവിടെ ഇസ്രായേൽ അവരുടെ പൗരന്മാർക്ക് വലിയ വില കൊടുക്കുന്നത്. ഈ ബന്ദികൾ പലരും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടുകൂടി മൊത്തം ഭ്രാന്തെടുത്ത് നടക്കുകയാണ് നെതന്യാഹു. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഇവര് എനിക്ക് തോന്നുന്നുണ്ട് അന്ന് ഇവിടെ 105 ബന്ദികളാണ് ഉള്ളത്. അവരെ വിട്ടുകിട്ടണം എന്നാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. അത് 105 ബന്ദികളെ വിട്ട് കിട്ടണം. ഇപ്പം വിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ആദ്യം എല്ലാവരെയും വിട്ട് കിട്ടണം എന്നായിരുന്നല്ലോ എല്ലാവരും പലരും മരിച്ചത്. ഇനി വിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഇസ്രായേൽ ആ രീതിയിൽ തന്നെ നേരിടും. ഇവർ വണ്ടി വിചാരിച്ചു ഒരാൾക്ക് പകരം 100 ആളെ വിട്ടെടുത്തിരുന്നു. ഇസ്രായേൽ ഇത്തവണ 1000 ആളെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ 1,00,000 തടവുകാരെ വിടുമെന്ന് ഇവരങ്ങ് വിചാരിച്ചു ഹമാസ്. ഇവർക്ക് കേരളത്തിൽ പറഞ്ഞാണ് ഇസ്രായേൽ അവരുടെ പൗരന്മാരെ ഔദ്യോഗികളെ വന്ന് ഇസ്രായേൽ അവരുടെ പൗരന്മാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഒരാളെ വിടാൻ വേണ്ടിയിട്ട് എന്താ 100 ആളെ വിട്ടുകൊടുത്തു നോക്കും. അതുകൊണ്ട് ഇപ്പോൾ 1000 ആളുകളല്ലേ പിടിച്ചത്. അപ്പോൾ അങ്ങനെ ആലോചിക്കാം. ശരി, പപ്പ് മറ്റേ ഏതാ ചന്ദ്രലേഖയിൽ എണ്ണുന്ന പോലെ 10 പിന്നെ ബെർലിൻ 11 12 13 അങ്ങനെ എണ്ണ എത്ര ആളുകൾ വിട്ടുകൊടുക്കുന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നെതന്യാഹു വന്ന് ബോംബിട്ടത്. അവിടെ കിടക്കട്ടെ നോക്കണം. അപ്പം അതാണ് അവരുടെ അല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പ്രൊപ്പഗാൻഡ വാദമാണ് ഇതുപോലുള്ള. ഇപ്പം എന്നിട്ട് അതൊന്നും പറയുന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവരുടെ തലവൻ എന്താ ഭയങ്കര സംഭവമാണ്, പൂച്ചയാണ് 5 കാലിൽ നിൽക്കും എന്നൊക്കെ പറഞ്ഞു. അവസാനം ഏജ് എത്തുമ്പോൾ മറ്റേവനുണ്ട് ഇപ്പോഴത്തെ തൽവാറോ ജൂലോ ഇവനെ പറ്റി പറയുന്നത് വെച്ചാൽ ഭയങ്കര സംഭവമാണ്. അവനാണ് ഇപ്പം പോയി ഒളിച്ചിരിക്കുന്നത്. കൊല്ലല്ലേ എനിക്ക് ഇത്രയും ദേഷ്യം പിടിക്കും. പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ കുറേ ആളുകൾ മുസ്ലിങ്ങൾ. ഇവന്മാർ ഇസ്ലാമിസ്റ്റുകളാണ്. ഞാനൊക്കെ ഇസ്ലാം മത വിശ്വാസിയാണ്. ഇസ്ലാം മത വിശ്വാസി നമ്മൾ വ്യത്യാസമുണ്ട്. ഇസ്ലാമിസ്റ്റുകളുടെ ഉദ്ദേശം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നുള്ളത്. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനത്തോടുകൂടി മുസ്ലിംസ് ജീവിക്കുന്ന സ്ഥലമാണ് കേരളം, എസ്പെഷ്യലി മലബാർ. ഞാൻ അവിടെ നിന്ന് വരുന്ന ഒരാളാണ്.
എനിക്ക് അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഒരു ആവശ്യമില്ല, താല്പര്യമില്ല. ഞാൻ എഗെയിൻസ്റ്റ് ദാറ്റ്. ഇസ്ലാമിസ്റ്റുകൾ ഈ കോഴിക്കോട് നിന്നിട്ട് പോലും എങ്ങനെ ഇസ്ലാമിക രാജ്യം ഉണ്ടാകണമെന്ന് എന്ന് പ്ലാൻ ചെയ്യുന്നവരെ അവരെ നമുക്ക് അംഗീകരിക്കുന്ന പരിപാടിയില്ല. അവർ പക്ഷേ എന്ത് ചെയ്യുന്നത്, പാവങ്ങളെ ഈ മുസ്ലിങ്ങളായ ആളുകളെ പോലും ഇതൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഇസ്ലാമിസ്റ്റുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. വലിയ ദ്രോഹമാണ് അവന്മാർ ചെയ്യുന്നത്. അവന്മാർക്ക് പൊപ്പകാൻ്റെ മെഷീൻ പൊപ്പകാൻ്റെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കുറച്ച് ഉപാധികൾ വെച്ചത്. നിങ്ങൾ പൊപ്പകാൻ്റെ എന്തെങ്കിലും ആയിക്കണമെന്ന് ചിലപ്പോൾ ഇസ്രായേലും വിചാരിക്കാൻ മതി. അവന്മാരാണ് പിൻവലിക്കുന്നില്ല. അവന്മാർ കുറച്ച് ഈ പറയുന്നതിൻ്റെ അത് പുതിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള പെർമിഷനൊക്കെ കൊടുക്കും. അല്ലാണ്ട് അവന്മാരുടെ സർവൈലൻസ് അവിടുന്ന് മാറ്റുന്ന പരിപാടിയല്ല. ഇവന്മാർ ഇവിടുന്ന് ചർച്ച ചെയ്യും, അതെ ഇസ്രായേൽ തോറ്റിരിക്കുന്നു, ഹമാസിൻ്റെ ഹമാസിൻ്റെ നിബന്ധനകൾക്ക് വൈകിയിരിക്കുന്നു. ഉണ്ടയാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങളുടെ വാർത്തകൾ വായിക്കുമ്പോൾ അങ്ങനെ തോന്നുമല്ലോ. അതായത് ഇതിന് പ്രധാനമായിട്ട് ആ രീതി വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളുണ്ട് ഇവിടെ. ഇപ്പം ജോണിൻ്റെ നന്ദുവിൻ്റെ ഒന്നും കാര്യമല്ല. നിങ്ങളിതൊന്നും കണ്ടിട്ട് വിശ്വസിച്ചാലില്ലെങ്കിൽ പ്രശ്നമില്ല. പാവപ്പെട്ട മുസ്ലിങ്ങളുണ്ട്, അവർക്ക് പ്രധാനമായും കാണുന്നത് ഇവരെയൊക്കെ സാധനങ്ങളാണ്. ഇതിങ്ങനെ അവരെ ഉള്ളതാണെന്ന് വിചാരിക്കുന്നു. അവരിങ്ങനെ നിരന്തരം ഇത് കേട്ട് ഇൻഡോക്ട്രിനേറ്റ് ചെയ്യപ്പെട്ടു. ഒരിക്കലും റിയാലിറ്റി അവർ കാണില്ല. അവസാനം എന്ത് ഈ ഗൾഫ് യുദ്ധത്തിൻ്റെ സദ്ദാം ഹുസൈൻ അമേരിക്കനെ പേട്രിയറ്റിനെ തകർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ന്യൂസ് കണ്ട അവസാനം സദ്ദാം ഹുസൈൻ വീണു ഒറ്റ ദിവസത്തിൽ ഉള്ളൊരവസ്ഥ വരും. അതിനിടയ്ക്ക് ഉള്ള ഡാമേജൊക്കെ വന്നിട്ടുണ്ടാവും. ഇതാണ് പ്രശ്നം. റിയാലിറ്റി കാണണ്ടേ. ഹമാസ് പൊതുവെ പൊപ്പകാൻ്റെ ഭാഗമാണ്. അതിന് മലയാളികൾ വൻതോതിൽ വീണിട്ടുണ്ട്, മുസ്ലിങ്ങൾ വീണിട്ടുണ്ട്. അത് അപകടകരമാണ്. സത്യമായി മനസ്സിലാക്കണ്ടേ. സത്യമായി മനസ്സിലാക്കി ഈ നിലപാടായിരിക്കില്ല ഉണ്ടാവുക. അതിന് നമ്മൾ ആ പ്രദേശത്തിൻ്റെ ചരിത്രം പഠിക്കണം. അതിന് ഈ പറയുന്നതിൻ്റെ രണ്ടാം ലോക മഹായുദ്ധത്തിനിടയിൽ നടന്ന ഡിപ്ലോമസി കാര്യങ്ങളും എല്ലാം പഠിക്കണം. ഈ ഡീറ്റെയിൽ ആയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഇസ്രായേൽ വിരോധം കൊണ്ടുനടക്കാൻ പറ്റില്ല. അതെ, അങ്ങനെയാണെങ്കിൽ ഇവർ അതിൻ്റെ മുമ്പ് ഈ ജൂതരാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ഇവർ ഭയങ്കര ഐക്യത്തിലായിരിക്കണം. അല്ലല്ലോ, ഒരു പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയെന്നില്ലേ, ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഈ മതത്തിൽ കാര്യമില്ല. മതം നമ്മുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള വിഷയമാണ്. അത് നമ്മുടെ വിശ്വാസം പൂർണ്ണമായിട്ടും അതിൽ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതെ നിൽക്കുക എന്നുള്ളതാണ് മതവിശ്വാസം ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്നതാണ്. അതല്ല മറ്റുള്ളവർ ഉപദ്രവിച്ച് മതം അല്ല, നമ്മളെ മതം അത്രയും ശ്രേഷ്ഠമാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതായത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, പരസ്പരം സഹായിക്കുക, പരസ്പരം യുദ്ധം ചെയ്യാതിരിക്കുക. അതല്ലല്ലോ, എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഇസ്ലാമല്ല, ഇസ്ലാമിസ്റ്റുകളാണ് അവരാണ് യുദ്ധം ചെയ്യുന്നത്. ഹമാസ് നിങ്ങൾ എന്നോട് ചോദിക്കില്ല എത്ര മുസ്ലിങ്ങളുണ്ട് ഇസ്ലാമിസ്റ്റ് ആരാ കൂടുതലെന്ന്. അത് വല്ലാത്തൊരു ചോദ്യമായിപ്പോൾ. ഇസ്ലാമിസ്റ്റുകളാണോ കൂടുതൽ? എനിക്കൊന്നും ഇപ്പോൾ അവരാ കൂടുതൽ. നമ്മളെപ്പോലുള്ള ആളുകൾ എത്ര ആളുകൾ നിങ്ങൾ കാണും? വളരെ ചുരുക്കമാണ്. ചുരുക്കല്ല, ഉണ്ട്. അവർ സൈലൻ്റ് ആണ്. നമ്മളെപ്പോലെ അത് ഓപ്പണായി പറയാനുള്ള ധൈര്യമല്ല. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആണ്, ഇതാണോ അതാണോ ശരിയെന്നോ. നമ്മളാരും ഇവരെ പോലെ പറയാൻ നിങ്ങൾ ചോദിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞതല്ലേ ഉള്ളൂ. ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ പ്രസംഗിക്കാനോ ഫേസ്ബുക്ക് ഇട്ട് നോക്കാനോ കണ്ടു. എനിക്കെൻ്റെ ആവശ്യമില്ല. എനിക്ക് എൻ്റെ വിശ്വാസം എൻ്റെ പ്രൈവറ്റ് അഫെയറാണ്. ഹമാസ് ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. അവർ ആ ചർച്ച വിജയിക്കും എന്ന് തന്നെയാണോ നമുക്ക് ഉറപ്പിക്കാവുന്നത്? അത് വിജയിക്കേണ്ട. ഇസ്രായേലിന് ഒരു ബ്രേക്ക് വേണ്ടി വരും. പക്ഷേ അത് റീചാർജ് ചെയ്യുക, ഇസ്രായേലിന് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമുണ്ടല്ലോ, റീചാർജ് ചെയ്യാതെ അവർ നോക്കും. ഹമാസ് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റീചാർജ് ചെയ്ത് പിന്നെയും വരും പടക്കമായിട്ട്. അപ്പോൾ അത് ചെയ്യാതെ വരും. അതുകൊണ്ടാണ് ലെബനനൊക്കെ തകർത്ത് കളയുന്നത്. ലെബനനിലെ ഹിസ്ബുള്ളനൊക്കെ തകർത്ത് കളയുന്നത്. ഇനി ഇവർ വന്ന് കഴിഞ്ഞാൽ ഇസ്രായേൽ മറ്റേ അജണ്ട പെട്ടെന്ന് നടപ്പിലാക്കാൻ നോക്കും, ഗ്രേറ്റർ ഇസ്രായേൽ. ഈ ട്രംപിൻ്റെ വരവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രംപ് വന്നു കഴിഞ്ഞാൽ മറ്റേ യുദ്ധം തീരും, ഉക്രൈൻ യുദ്ധം തീരും, ഇവിടെ യുദ്ധം ഇൻറ്റൻസിഫൈ ചെയ്യും. ഇവർ ഗ്രേറ്റർ ഇസ്രായേലിന് പോകും. ഗ്രേറ്റർ ഇസ്രായേലിന് പോകുമ്പോൾ ഇസ്ലാമിസ്റ്റുകളല്ല, മുസ്ലിങ്ങൾ വരെ അതിൽ പ്രശ്നക്കാരായി അനുഭവിക്കേണ്ടി വരും. അതിപ്പോഴും ഇസ്ലാമിസ്റ്റുകൾ തന്നെ അനുഭവിക്കുന്നുണ്ട്. ഇത് അവരുടെ അല്ലാത്ത കാരണം കൊണ്ട് അനുഭവിക്കേണ്ടി വരും. അത് UN കൊടുത്തൊരു പ്രദേശമുണ്ട്, അതിൽ ഗസയും മറ്റേതൊക്കെ ഉൾക്കൊള്ളുന്നത്. അവിടെ ഇസ്രായേൽ അത്രയും പോപ്പുലേഷൻ അവർക്കുള്ളൂ, അവിടെ നിന്നാൽ മതി. അപ്പം ഗസയിലേക്കുള്ള തീവ്രവാദത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈജിപ്റ്റ് പിടിച്ചെടുക്കുക, ഈജിപ്തിൻ്റെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക, അതുപോലെ തന്നെ സൗദിയുടെ അതിർത്തിയുടെ കൂടെ പോവുക, ജോർദാൻ്റെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതൊരു തരത്തിൽ ഇമ്പീരിയലിസ്റ്റ് അജണ്ടയാണ്, അതിമോഹമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾ പോലും ഇസ്രായേലിനെതിരെ, ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകളല്ലേ ചിന്തിക്കുന്നത്, ഇസ്രായേലിനെതിരെ ചിന്തിക്കുന്ന അവസ്ഥയിൽ അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. ട്രംപിനെ കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ദോഷതാണ്. ഗുണം മറ്റേ യുദ്ധം അവസാനിക്കും, ഈ യുദ്ധം ഇൻറ്റൻസിഫൈ ചെയ്യുകയും ചെയ്യും. അതുണ്ടാവും.